വയനാട് നെയ്ക്കുപ്പയിൽ നിർത്തിയിട്ടിരുന്ന കാറും ബൈക്കും കാട്ടാന തകർത്തു. പോലീസ് ഉദ്യോഗസ്ഥനായ അജീഷിൻ്റെ കാറാണ് കാട്ടാന തകർത്തെറിഞ്ഞത്. കാറിൻ്റെ പിൻഭാഗത്ത് കൊമ്പുകൊണ്ട് കുത്തിയ പാടും കാണാം. വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. പറയൂ, കാട്ടാനയ്ക്ക് പോലീസ് ഓഫീസറിന് വല്ലതും ഉണ്ടോ? പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഈ നെയ്ക്കുപ്പ എന്ന് പറയുന്ന പ്രദേശം തോട്ടങ്ങളും ഒപ്പം തന്നെ വനവും എല്ലാം ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണിത്. ഇവിടെയാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ചിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ അജീഷ് എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി വീട്ടിൽ വാഹനം എത്തില്ല. അതുകൊണ്ട് തന്നെ അത് പാർക്ക് ചെയ്യുക തോട്ടത്തിന് അടുത്തുള്ള ഒരു സ്ഥലത്താണ് ഈ കാറും ബൈക്കും നിർത്തിയിട്ടിരുന്നത്. അത് മൂടിയിട്ട നിലയിലായിരുന്നു. പക്ഷേ രാവിലെ വന്ന് നോക്കുമ്പോൾ ഈ കാട്ടാന അത് കുത്തി മറിച്ചിട്ട ആ നിലയിലാണ് കാണുന്നത്. മൊത്തം കാറിന് വലിയ രീതിയിൽ നഷ്ടം ഉണ്ടായിട്ടുണ്ട്, നാശമുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പിൻഭാഗം കൊമ്പുകൊണ്ട് കുത്തിയിട്ടുണ്ട്, മുൻഭാഗം ചവിട്ടിയ നിലയിലാണ്. ഇത്തരത്തിൽ വലിയ രീതിയിൽ വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ നിരന്തരം കാട്ടാനകൾ ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അതായത് നേരത്തെ ഒരു വീട്ടിലേക്ക് ഈ കാട്ടാന എത്തുകയും ഒരു ഓട്ടോറിക്ഷ തകർക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ തന്നെ സമാനമായ രീതിയിൽ തന്നെ ഒരു കാർ തകർക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ റെയിൽവേ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാത്തതിനെതിരെ വനംവകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള രോഷം ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ മേഖലയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി അവിടെ പരിശോധന നടത്തുന്നുണ്ട്. ഈ കാട്ടാന നിരന്തരം ഈ മേഖലയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. എസ്കേൻ. ഓക്കെ, താങ്ക് യു സുർജിത്ത് അയ്യപ്പത്ത്.